പ്രതി അല്പസമയം മുൻപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു പ്രതികരണം നടക്കുകയുണ്ടായി. ആ പ്രതികരണം ഒന്ന് കേട്ടുവരാം. അതുപോട്ട് വന്ന് ഒരു ചവിട്ടിനെ ഞാൻ കണ്ടു. മദ്യപിച്ചില്ല, പക്ഷെ ഞാനല്ല ചവിട്ടിയത്. അതുപോട്ട് വന്ന് ഒരു ചവിട്ടിനെ ഞാൻ കണ്ടു. മദ്യപിച്ചില്ല, പക്ഷെ ഞാനല്ല ചവിട്ടിയത്. അതുപോട്ട് വന്ന് ഒരു ചവിട്ടിനെ ഞാൻ കണ്ടു. മദ്യപിച്ചില്ല, പക്ഷെ ഞാനല്ല ചവിട്ടിയത്. ഹാൻസ് നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ഹാൻസ്, ആ പ്രതിയുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. അതായത് വേറൊരാൾ ചവിട്ടുന്നത് കണ്ടു, താനല്ല എന്നാണ് ആ പ്രതി പറയുന്നത്. പക്ഷേ ഈ ദൃക്സാക്ഷിയായ പെൺകുട്ടി പറയുന്നുണ്ട് ഇത് ഉറപ്പായും ഇയാൾ തന്നെയാണ് ചെയ്തതെന്നുള്ള ആ പെൺകുട്ടി ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ പരിക്കേറ്റ പെൺകുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അഞ്ജലി, ഈ സംഭവം മൊത്തത്തിൽ ആകെ മൊത്തം ദുരൂഹമാണ്. കാരണം യാതൊരു വിധത്തിലുള്ള പരിചയവുമില്ലാതെ പ്രകോപനവുമില്ലാതെ ഒരു പെൺകുട്ടികളെ, അഥവാ രണ്ട് പെൺകുട്ടികളെ എന്തിനെ ഈ വെള്ളറട സ്വദേശിയായിട്ടുള്ള സുരേഷ് കുമാർ ആക്രമിച്ചു എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ചോദ്യം. കാരണം ഇന്ന് ആലുവയിൽ നിന്ന് വൈകിട്ട് 5 മണിക്ക് മുൻപ് ഈ പെൺകുട്ടികൾ ആലുവയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യാനായി ടിക്കറ്റ് എടുക്കുന്നു. പിന്നീട് കേരള എക്സ്പ്രസിൽ യാത്ര തിരിക്കുന്നു. ഇതിനിടയിൽ വെച്ച് പെൺകുട്ടികൾ രണ്ടുപേർക്കും വർക്കല ശിവഗിരിയിൽ 8:30 മണിയോടുകൂടി ഈ ട്രെയിൻ എത്തുകയും അതിനുശേഷം വർക്കലയിൽ നിന്ന് 2 കിലോമീറ്റർ യാത്ര തിരിച്ചതിനു ശേഷം പെൺകുട്ടികൾ ബാത്റൂമിൽ പ്രവേശിക്കുന്നു. അതിനുശേഷം ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന പെൺകുട്ടികളെ യാതൊരു വിധത്തിലുള്ള പ്രകോപനവുമില്ലാതെ രണ്ടുപേരെയും ഈ പ്രതി സുരേഷ് കുമാർ ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ ആക്രമിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഈ പരിക്കേറ്റ പെൺകുട്ടിയെ നടുവിന് ചവിട്ടുന്നു. ഈ പെൺകുട്ടി ചവിട്ടിന്റെ ആഘാതത്തിൽ ട്രെയിനിൽ നിന്ന് സഞ്ചരിക്കുന്ന ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ട്രാക്കിലേക്ക് വീഴുന്നു. ഒപ്പം തന്നെ മറ്റേ കൂടെ ഉണ്ടായിരുന്ന അർച്ചന എന്ന പെൺകുട്ടിയെയും പ്രതി ആക്രമിക്കുകയാണ്. പക്ഷെ ഇതിനിടയിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു യാത്രികൻ ഈ അർച്ചനയെ രക്ഷപ്പെടുത്തുകയും അതിന്റെ ഭാഗമായി ഈ പെൺകുട്ടി താഴേക്ക് വീഴാതിരിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഈ ട്രെയിനിൽ സംഭവിച്ചത് എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇതിനിടയിൽ വെച്ചിട്ട് ഈ പ്രതിയെ കൊച്ചുവേളിയിൽ വെച്ച് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഇത്തരത്തിൽ പെൺകുട്ടിയെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രതിയായിട്ടുള്ള സുരേഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തു. ഇതിനുശേഷം പെൺകുട്ടിയെ വർക്കലയെ അയന്തോൾ ഭാഗത്ത് വെച്ചിട്ട് പരിക്കേറ്റ ഈ പെൺകുട്ടിയെ പോലീസും നാട്ടുകാരും ചേർന്നിട്ട് വർക്കല അയന്തി ഭാഗത്താണ് സംഭവിക്കുന്നത്. ഈ പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. മിഷൻ ആശുപത്രിയിലേക്കാണ് ആദ്യഘട്ടത്തിൽ എത്തിക്കുന്നത്. വർക്കലയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലാണ്. അവിടെ വെച്ചിട്ടാണ് പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമാണെന്ന് കണ്ടെത്തുകയും പെൺകുട്ടിക്ക് വെന്റിലേറ്റർ സഹായം ആവശ്യമാണെന്നും ആശുപത്രി അധികൃതർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെൺകുട്ടിയെ അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്. പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് പെൺകുട്ടിയുടെ ശരീരത്തിനാകമാനം പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. പ്രധാനമായും തലക്കും അതിനോടൊപ്പം തന്നെ ശ്വാസകോശത്തിന്റെ ഭാഗങ്ങളിലും പെൺകുട്ടിക്ക് കാര്യമായ പരിക്ക് ഏറ്റിട്ടുണ്ട് എന്നാണ് ആശുപത്രി അധികൃതർ പ്രാഥമികമായി നൽകുന്ന വിവരം. ആന്തരിക രക്തസ്രാവവും ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. പക്ഷേ ഈ പെൺകുട്ടിക്ക് അടിയന്തരമായി നൽകേണ്ട ചികിത്സകളും ഇപ്പോൾ ആശുപത്രി അധികൃതർ അല്ലെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അധികൃതർ നൽകുന്നുണ്ട്. പെൺകുട്ടിയെ പരിശോധിക്കുകയാണ്. പക്ഷെ അതേസമയം ഈ പ്രതിയായിട്ടുള്ള പനച്ചിമൂട് സ്വദേശി ഈ സുരേഷ് കുമാറിനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ വച്ചിരിക്കുകയാണ്. റെയിൽവേ പോലീസ് കസ്റ്റഡിയിൽ വച്ചിരിക്കുകയാണ്. പക്ഷേ ഇയാൾ മാധ്യമങ്ങളോടക്കം വ്യക്തമാക്കിയിരിക്കുന്നത് താൻ മദ്യലഹരിയിലായിരുന്നു, പക്ഷെ താനല്ല ചവിട്ടിയത് എന്നാണ് പ്രതി ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പ്രാഥമികമായി പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് പ്രതി ഇത്തരത്തിൽ കള്ളം പറയുകയാണോ എന്നുള്ളൊരു കാര്യം പോലീസിന് സംശയമുണ്ട്. കാരണം യാത്രക്കാരടക്കം ദൃക്സാക്ഷികളായിട്ടുള്ള ഒരു സംഭവത്തിൽ താനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പ്രതി പറയുന്നത്. പിന്നെ എങ്ങനെ ഈ പെൺകുട്ടി പുറത്തേക്ക് വീണു എന്നുള്ളതും ചോദ്യമാണ്. പക്ഷേ ദൃക്സാക്ഷിയായിട്ടുള്ള പെൺകുട്ടി അർച്ചന പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ ഈ അയന്തി മേൽപ്പാലത്തിന് സമീപം വെച്ച് ഒരു പ്രകോപനവും ഇല്ലാതെ ബാത്റൂമിൽ നിന്നിറങ്ങിയ ഞങ്ങൾ രണ്ടുപേരെയും പ്രതി ആക്രമിക്കുകയായിരുന്നു. നടുവിന് ചവിട്ടി തള്ളിയിടാൻ ശ്രമിച്ചു. ഇതിനിടയിൽ ബാലൻസ് തെറ്റി ഈ പെൺകുട്ടി ആദ്യം ഈ പരിക്കേറ്റ പെൺകുട്ടി റെയിൽവേ ട്രാക്കിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് ഇപ്പോൾ അർച്ചന പോലീസിന് നൽകിയിരിക്കുന്ന വിവരം. ഒപ്പം മാധ്യമങ്ങളോട്
അർച്ചന പ്രതികരിച്ചിരിക്കുന്ന അത്തരത്തിലാണ്. ട്രാക്കിൽ കിടന്ന യുവതിയെ എതിരെ വന്ന മെമു ട്രെയിൻ നിർത്തി അതിൽ കയറ്റി വർക്കല സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അഥവാ ട്രാക്കിൽ വീണിടുന്ന പെൺകുട്ടിയെ മെമു ട്രെയിനിൽ വരുന്നു, മെമു ട്രെയിനിൽ വർക്കലയിൽ എത്തിക്കുന്നു, അവിടെ നിന്ന് മിഷൻ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അതിനുശേഷം മിഷൻ ആശുപത്രിയിൽ നിന്നും പിന്നീട് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഇനിയിപ്പോൾ യുവതിയുടെ വീട്ടിൽ ഈ കാര്യങ്ങൾ അറിയിക്കാനുണ്ട്. തിരുവനന്തപുരം സ്വദേശിയാണ്, 19 വയസ്സുകാരിയാണ് പരിക്കേറ്റ യുവതി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ പെൺകുട്ടിയുടെ പേര് ഇതുവരെയും ലഭ്യമായിട്ടില്ല. പെൺകുട്ടിയുടെ സ്വദേശം തിരുവനന്തപുരമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ അടക്കം പരിശോധിച്ചുകൊണ്ട് ബന്ധുക്കളെയും അടുത്തുള്ളവരെയും വിളിച്ചു വരുത്തിക്കൊണ്ട് കൂടുതൽ വിവരങ്ങൾ ആരായേണ്ടതുണ്ട്. പക്ഷേ അതേസമയം പെൺകുട്ടി ഗുരുതരമായി പരിക്കേറ്റുകൊണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതേസമയം കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ഫോർട്ട് ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ട് പ്രാഥമികമായിട്ടുള്ള മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇയാളെ ഇന്ന് കസ്റ്റഡിയിൽ വയ്ക്കും. ആദ്യഘട്ടത്തിൽ പ്രാഥമിക ഘട്ടത്തിലുള്ള തെളിവെടുപ്പിന്റെ ഭാഗമായിട്ട് കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി അർച്ചന ഇയാൾ തന്നെയാണ് ആക്രമിച്ചത്, സുരേഷ് കുമാർ തന്നെയാണ് ആക്രമിച്ചത് എന്നുള്ള വിവരം പങ്കുവച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ ഇന്ന് കസ്റ്റഡിയിൽ വയ്ക്കും, കൂടുതൽ ചോദ്യം ചെയ്യും. റെയിൽവേ പോലീസ് അടക്കം വ്യക്തമാക്കുന്നത് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന യാത്രക്കാരടക്കം പറയുന്നത് ഇയാൾ ചവിട്ടി വീഴ്ത്തി എന്നാണെന്നാണ് റെയിൽവേ പോലീസ് അടക്കം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നതും. ഇന്ന് ഈ പ്രതിയെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് ആദ്യഘട്ട ചോദ്യം ചെയ്യൽ നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അയാൾ മദ്യലഹരിയിലാണ്. പ്രാഥമിക ഘട്ടത്തിൽ ഈ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അയാൾ അത് തള്ളാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പക്ഷേ ദൃക്സാക്ഷികളടക്കം ചോദ്യം ചെയ്തുകൊണ്ട് വ്യക്തമായ പരിശോധന നടത്തിക്കൊണ്ടായിരിക്കും ഇനി റെയിൽവേ പോലീസ് മുന്നോട്ട് പോവുക. പക്ഷെ അതേസമയം പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ രാത്രി വളരെ നിർണായകമാണ്. ആ പെൺകുട്ടി ഗുരുതരമായി പരിക്കേറ്റുകൊണ്ട് ആന്തരിക രക്തസ്രാവം അടക്കമുള്ള പെൺകുട്ടിയെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് പ്രാഥമികമായിട്ടുള്ള ശുശ്രൂഷകൾ നൽകുകയാണ്. വെന്റിലേറ്റർ സഹായത്തോടെയാണ് പെൺകുട്ടിയുടെ ജീവൻ നിലനിർത്തുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ വരുന്ന 24 മണിക്കൂർ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. പെൺകുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള എന്തൊക്കെ തരത്തിലുള്ള പരിക്കുകളാണ് പറ്റിയിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ആന്തരിക രക്തസ്രാവം അടക്കമുണ്ടായ പശ്ചാത്തലത്തിൽ പെൺകുട്ടിക്ക് വലിയ രീതിയിലുള്ള ആഘാതം പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സ്വാഭാവികമായിട്ടും കേരള എക്സ്പ്രസ് ആണ്, അത്യാവശ്യം വേഗതയിൽ തന്നെയാണ് ഈ ട്രെയിൻ സഞ്ചരിക്കുന്നത്. വർക്കല ശിവഗിരി സ്റ്റേഷൻ കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റോപ്പിലേക്ക് അഥവാ തിരുവനന്തപുരം നോർത്ത്, പേട്ട അടക്കമുള്ള സ്റ്റേഷനുകളുടെ ഭാഗത്തേക്ക് യാത്ര തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വർക്കല അയന്തി ഭാഗത്ത് വെച്ച് ഇത്തരത്തിൽ പെൺകുട്ടിക്കെതിരെ ഒരു 19 വയസ്സുകാരിക്കെതിരെ ജനറൽ കമ്പാർട്ട്മെന്റിൽ വെച്ച് യാതൊരു പ്രകോപനവുമില്ലാതെ ഒരു വ്യക്തിയിൽ നിന്ന് 50 വയസ്സുണ്ട് ഇയാൾക്ക്, ഒരു വയോധികൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ ഇയാളുടെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള പ്രകോപനവുമില്ലാതെ ആക്രമിച്ചിരിക്കുന്നത്. എന്തായാലും യുവതിയുടെ ചികിത്സ തുടരുകയാണ്. ആശുപത്രി അധികൃതരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. പ്രാഥമികഘട്ട ശുശ്രൂഷകൾ നടത്തുന്നതിനാൽ കൂടുതൽ വിവരങ്ങൾ ഇതുവരെയും മെഡിക്കൽ കോളേജ് അധികൃതർ പുറത്തേക്ക് വിട്ടിട്ടില്ല. പക്ഷെ അതേസമയം പോലീസ് പറയുന്നതനുസരിച്ച് പ്രാഥമികമായി ഈ സുരേഷ് കുമാർ തന്നെയാണ് ഈ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അഞ്ജലി.